നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനപാതയിൽ അപകടകരമായ സാഹചര്യമുണ്ടായാൽ എന്താണ് സംഭവിക്കുക? തിരുവനന്തപുരം എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം അത്തരമൊരു അപകട സാഹചര്യം വന്നു ചേർന്നതോടെ വൻ പുകിലാണ് ഉണ്ടായത്. 4 വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും പുറപ്പെടാനൊരുങ്ങിയ 2 വിമാനങ്ങളുടെ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ച് ബേയിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്തു. കൂടാതെ രാജീവ് അക്കാദമിയുടെ പരിശീലന വിമാനത്തിന്റെ പറക്കലും നിർത്തിവെച്ചു. 4:20 മസ്കറ്റിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ്, തൊട്ടു പിന്നാലെ ഷാർജയിൽ നിന്നെത്തിയ എയർ അറേബ്യ, ഡൽഹിയിൽ നിന്നെത്തിയ എയർ ഇന്ത്യ, ബംഗളൂരിൽ നിന്നെത്തിയ ഇൻഡിഗോ എന്നീ വിമാനങ്ങളെയാണ് ഇറങ്ങുന്നതിന് അനുമതി നൽകാതെ ആകാശത്ത് തങ്ങുന്നതിനുള്ള ഗോ അറൌണ്ടിന് പോയി വരാൻ നിർദ്ദേശിച്ചത്. വൈകിട്ടോടെ ഹൈദരാബാദിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്, ബംഗളൂരിലേക്ക് പോകേണ്ടിയിരുന്ന ഇൻഡിഗോ എന്നീ വിമാനങ്ങളെയാണ് ബേയിൽ നിർത്തിയിട്ടത്. വിമാനപാതയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പട്ടമാണ് സർവീസുകളെ സാരമായി ബാധിച്ചത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേക്ക് 200 അടിയോളം മുകളിലായി പറന്ന പട്ടം കാരണം വൈകിട്ട് 2 മണിക്കൂറോളമാണ് വ്യോമഗതാഗതം അലങ്കോലമായത്. വിമാനപാതയിൽ അപകടകരമായ സാഹചര്യത്തിൽ പട്ടം പറക്കുന്ന സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 5:00 തിരുവനന്തപുരം വിമാനത്താവളത്തിലെ മുട്ടത്തറ പൊന്നറ പാലത്തിനടുത്തുള്ള റൺവേ 32ന്റെയും വള്ളക്കടവ് സുലൈമാൻ തെരുവിനും ഇടയ്ക്കുള്ളതുമായ ഭാഗത്തെ ആകാശത്ത് 200 അടി ഉയരത്തിലാണ് പട്ടം പറന്നത്. വിമാനത്താവള അധികൃതർ അറിയിച്ചതുപ്രകാരം റൺവേയുടെ പരിധിയിലെ എല്ലായിടത്തും പോലീസ് എത്തി പരിശോധന നടത്തി. എന്നാൽ പട്ടം പറത്തിയവരെ കണ്ടെത്താനായില്ല. വിമാനത്താവളത്തിലെ ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിൽ നിന്നാണ് റൺവേക്ക് മുകളിൽ വിമാനപാതയിൽ പട്ടമുണ്ടെന്ന വിവരം നൽകിയത്. ഇറങ്ങാനെത്തുന്ന വിമാനങ്ങൾക്ക് പട്ടവും അതിന്റെ നൂലും അപകടത്തിനിടയാക്കുമെന്നതിനെ തുടർന്ന് അടിയന്തര സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ഇറങ്ങാനെത്തിയ വിമാനങ്ങളിലെ പൈലറ്റുമാർക്ക് നിർദ്ദേശം കിട്ടുന്നതുവരെ വിമാനത്താവള പരിധിയിൽ ചുറ്റിക്കറങ്ങുന്നതിനുള്ള ഗോ അറൌണ്ട് സന്ദേശം നൽകി. പുറപ്പെടാനൊരുങ്ങിയ വിമാനങ്ങളെ തൽക്കാലം പാർക്കിംഗ് ബേയിൽ നിർത്തിയിടാനും ATC നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് വിമാനത്താവളത്തിലെ അഗ്നിരക്ഷാസേനയും ഏപ്രണിലെ ഉദ്യോഗസ്ഥരുമെത്തി റൺവേക്ക് മുകളിൽ പറക്കുന്ന പട്ടത്തിനെ അടിയന്തരമായി താഴെ ഇറക്കാൻ വലിയ ശ്രമങ്ങളാണ് നടത്തിയത്. അഗ്നിരക്ഷാ വാഹനത്തിൽ നിന്ന് പട്ടം നിൽക്കുന്ന ഭാഗത്തേക്ക് ഉയരത്തിൽ വെള്ളം ചീറ്റിച്ചു. വിമാനത്താവളത്തിൽ പക്ഷികളെ തുരത്തിയോടിക്കുന്ന ബേർഡ് സ്കൈയേഴ്സ് ജീവനക്കാർ പട്ടം ലക്ഷ്യമാക്കി റോക്കറ്റുകൾ അയച്ചുവെങ്കിലും ഒന്നും ലക്ഷ്യം കാണാനായില്ല. തുടർന്ന് വൈകിട്ട് 6:20 പട്ടം തനിയെ റൺവേയിലേക്ക് പതിക്കുകയായിരുന്നു. തുടർന്ന് സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷമാണ് വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങിയത്. അതേസമയം വിമാനം വൈകുമ്പോൾ യാത്രക്കാർക്ക് സൗകര്യമൊരുക്കി നൽകാൻ വിമാന കമ്പനികൾക്ക് വ്യോമയാന മന്ത്രാലയം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. വിമാന കമ്പനികൾ കാലതാമസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സേവനങ്ങൾ നൽകണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2 മണിക്കൂർ വരെ വിമാനം വൈകുകയാണെങ്കിൽ എയർലൈനുകൾ യാത്രക്കാർക്ക് കുടിവെള്ളം നൽകണം. 2 മുതൽ 4 മണിക്കൂർ വരെ വൈകുകയാണെങ്കിൽ ചായയോ കോഫിയോ നൽകണം. ഇതോടൊപ്പം സ്നാക്സോ അല്ലെങ്കിൽ മറ്റു ലഘുഭക്ഷണമോ യാത്രക്കാർക്ക് കൊടുക്കണം. 4 മണിക്കൂറിൽ കൂടുതൽ വിമാനം വൈകുകയാണെങ്കിൽ സമൃദ്ധമായ ഭക്ഷണവും നൽകണം. ശൈത്യകാലത്ത് വിമാന സർവീസുകൾ വൈകുന്നത് തുടർ സംഭവമാകുന്ന സാഹചര്യത്തിലാണ് DGCAയുടെ നിർദ്ദേശം. ദീർഘമായ കാത്തിരിപ്പ് സമയങ്ങളിൽ യാത്രക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം അവരുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ വ്യവസ്ഥകൾ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.